മുസ്ലിം ലീഗിൽ വീണ്ടും വിവാദം പുകയുന്നു. മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ അന്തരിച്ച മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ CH മുഹമ്മദ് കോയയുടെ പേര് നൽകാത്തതിലാണ് ലീഗിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി. KT ജലീലാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുസ്ലിം ലീഗിൽ വീണ്ടും വിവാദം പുകയുകയാണ്. ഈ വിവാദത്തിന് തിരികൊളുത്തിയത് KT ജലീലാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് KT ജലീൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള CH മുഹമ്മദ് കോയയുടെ പേര് ലീഗിന്റെ പുതിയ ആസ്ഥാന മന്ദിരം, ഡൽഹിയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നായിരുന്നു KT ജലീൽ നടത്തിയ പ്രസ്താവന. മാത്രമല്ല, അവിടെയുള്ള ഒരു ബാത്റൂമിൽ അല്ലെങ്കിൽ ഒരു കുളിമുറിക്കെങ്കിലും ഇത്തരത്തിൽ ഈ CH മുഹമ്മദ് കോയയുടെ പേരിടാമായിരുന്നു എന്നുകൂടി ജലീൽ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ലീഗിനകത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ഈ ലീഗിന്റെ ആസ്ഥാന മന്ദിരത്തിൽ എന്തുകൊണ്ട് CH മുഹമ്മദ് കോയയുടെ പേര് പരാമർശിച്ചിട്ടില്ല, എവിടെയും ഈ പേര് ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ലീഗിനകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നാൽ KT ജലീലിന്റെ പ്രതികരണത്തെ ഈ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMS സലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. അതായത് CHന്റെ കാര്യം അത് ലീഗ് നോക്കിക്കോളാം, അത് ആലോചിച്ച് KT ജലീൽ ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട എന്നായിരുന്നു PMS സലാം പ്രതികരിച്ചത്. മാത്രമല്ല, ഈ വിവാദം ഇത്തരത്തിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഈ CH മുഹമ്മദ് കോയയുടെ മകൻ കൂടിയായിട്ടുള്ള ലീഗ് നേതാവായിട്ടുള്ള MK മുനീർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത് തനിക്ക് ഇത്തരത്തിലൊരു പരാതിയില്ല, താൻ പാർട്ടി നേതൃത്വത്തോട് ഇത്തരം പരാതി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് KT ജലീൽ ഈ വിഷയത്തിൽ ലീഗിനെതിരെ നീളുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ CH മുഹമ്മദ് കോയയുടെ പേര് ഒരു രീതിയിലും ആ ആസ്ഥാന മന്ദിരത്തിൽ എവിടെയും പരാമർശിക്കാത്തതിൽ ലീഗിനകത്ത് നിന്ന് തന്നെ ഈ മുനീർ ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഈ കാര്യം ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് ലീഗ് നേതൃത്വത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം.